മെഡിക്കൽ കോളേജുകളിലെ പൊതിച്ചോറ് വിതരണം അവസാനിപ്പിക്കണമെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ ജി സുധാകരൻ പൊതിച്ചോറിനായി പണം പിരിക്കുന്നതിനെയാണ് താൻ എതിർത്തത്. ഓരോ സംഘടനയും അവരുടെ ബാനറിൽ ഭക്ഷണം നൽകി ആശുപത്രി പരിസരത്തെ മത്സരവേദിയാക്കരുത്. തന്റെ പരാമർശം തെറ്റായ രീതിയിലാണ് വാർത്തയായതെന്നും ജനപ്രതിനിധി എന്ന നിലയിലുള്ള കടമയാണ് ചൂണ്ടിക്കാണിച്ചതെന്നും ജി സുധാകരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ബിൻ ലീല സാബു നൽകും വിശദാംശങ്ങളുമായി. ബിന്നിലെ ഈ അപ്പാടെയുള്ളൊരു മലക്കം മറിച്ചിലാണ് തന്റെ പ്രസ്താവന വളച്ചൊടിച്ചു എന്നൊരു ന്യായീകരണമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജി സുധാകരൻ നടത്തിയിരിക്കുന്നത്. അരുണ്യ, കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിൽ DYFI അടക്കമുള്ള യുവജന സംഘടന നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തെ എതിർത്ത് രംഗത്ത് വന്നത്. ജി സുധാകരൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അവിടെ മെഡിക്കൽ കോളേജുകളിൽ, ആശുപത്രികളിൽ ആരും ഭക്ഷണം നൽകേണ്ട കാര്യമില്ല, ഒരു സംഘടനയും ഭക്ഷണം നൽകേണ്ട കാര്യമില്ല, ആരെയും അവിടെ കയറ്റരുത് എന്നുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത്. അതിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് DYFI അടക്കം ഉയർത്തിയത്. ജി സുധാകരൻ സ്വയം അപഹാസ്യനാകുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായി. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം ഒരു നിലപാടിൽ മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുന്നത്. തന്റെ വാക്കുകളെ വളച്ചൊടിച്ചു, അല്ലെങ്കിൽ ആക്ഷേപീയ രീതിയിലേക്ക് വളച്ചൊടിച്ച് സമൂഹ മാധ്യമങ്ങൾ വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞതിന്റെ പൊരുൾ ഇങ്ങനെയാണ്: നേരത്തെയൊക്കെ DYFI നടത്തിയിരുന്നത് ഇടതുപക്ഷ യുവജന സംഘടന പണം പിരിച്ചല്ല, വീടുകളിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങിയാണ് നൽകിയിരുന്നത്. ഇപ്പോൾ പണം പിരിക്കുന്നുണ്ട്, അത് സുതാര്യമല്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, മറ്റ് മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത വിധം ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യുന്നു. അങ്ങനെ പാടില്ല, പുറത്ത് പാചകം ചെയ്ത് അകത്ത് വിതരണം ചെയ്യാമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ നൽകുന്ന ഭക്ഷണം അത് വീണ്ടും പുനരാരംഭിക്കണം എന്നുകൂടിയാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. ഈ പണം പിരിക്കുന്നത് സുതാര്യമല്ല, അത് ആശുപത്രി വികസന സമിതി അതിന്റെ കണക്കുകൾ ഏൽപ്പിക്കണം, സുതാര്യമായി മുന്നോട്ട് പോകണം എന്നാണ് ചൂണ്ടിക്കാട്ടിയത് എന്നാണ് ജി സുധാകരൻ ഒരു നിലപാടായി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ജി സുധാകരന്റെ ആ നിലപാടിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യായീകരിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ രംഗത്ത് വന്നിരിക്കുന്നത്. അരുണ്യ.